ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഷിതയുടെ പേരില് ഇനി ആ വീട്ടിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. ഇതിങ്ങനെ തന്നെ വരുമെന്ന് നമുക്കറിയായിരുന്നല്ലോ. അതല്ല കിരൺ, തക്കതായ ഒരു കാരണമില്ലാതെ നമ്മൾ ഇനി ആ വീട്ടിലേക്ക് ചെന്നാ അതിന്റെ പേരില് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിനെന്താ ഇപ്പൊ ഒരു വഴി? ഒരു വഴിയുണ്ട്. പക്ഷേ അതിന് കിരൺ കൂടി സമ്മതിക്കണം. താൻ കാര്യം പറ ദുർഗേ. ഇനി നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആർക്കും തള്ളി പറയാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടാവണം. ഞാൻ ആലോചിച്ചിട്ട് അതിന് ഒരു വഴിയേ ഉള്ളൂ. മഹാദേവൻ അങ്കിളിന്റെ മകനാണെന്ന പേരില് കിരണിന് ആ വീട്ടിൽ കയറാൻ പറ്റും. അങ്ങനെ കയറിയാൽ കിരണിന് ആ വീട്ടിൽ പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാവും. അവിടെയാകുമ്പോ അടുത്ത് നിന്ന് പൃഥ്വിയെ നിരീക്ഷിക്കാനും പറ്റും. അത് വേണ്ട ദുർഗ, അത് ശരിയാവില്ല. കിരൺ, എന്തുകൊണ്ട് ശരിയാവില്ല? കിരണിനും കൂടി അവകാശപ്പെട്ട വീടാ അത്. പിന്നെ എന്തിനാ മടിക്കുന്നേ? ഞാൻ ഇതുവരെ ജീവിച്ചത് അങ്ങനെ ഒരു അച്ഛന്റെ ലേബലിലല്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാനത് ആഗ്രഹിക്കുന്നില്ല. കിരൺ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമല്ല, കിരണിന് വേണ്ടി കൂടിയാ ഞാൻ പറയുന്നേ. അനാഥൻ എന്ന പേരില് ഒരുപാട് അപമാനങ്ങൾ കിരൺ സഹിച്ചതല്ലേ? അതിന് ഒരു അവസാനം കൂടിയാവും ഇത്. വേണ്ട, അയാൾ എന്റെ അച്ഛനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എനിക്ക് പോലും പൂർണ്ണ വിശ്വാസമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു അവകാശവും പറഞ്ഞ് പെട്ടെന്ന് ഞാൻ കയറി ചെന്നാ ആരും അത് അംഗീകരിക്കില്ല. വെറുതെ ഞാൻ നാണം കെടുകയും ചെയ്യും. ദുർഗ പറയുന്ന അനുസരിക്കാൻ മടിയുണ്ടായിട്ടല്ല. എന്റെ സിറ്റുവേഷൻ ദുർഗ മനസ്സിലാക്കണം. ഇങ്ങനൊരു മകന് ജന്മം കൊടുത്തുവെന്ന് ഓർമ്മ പോലും ഇല്ലാത്ത ഒരാളെ എനിക്ക് വേണ്ട. കിരൺ, വാശി കാണിക്കരുത്. ഞാൻ പറയുന്നതൊന്ന് ആലോചിച്ച് സമാധാനമായിട്ടൊരു തീരുമാനം എടുക്ക്. ഈ കാര്യത്തിൽ കൂടുതലൊന്നും എനിക്ക് ആലോചിക്കാനില്ല. നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. ശരി, ഞാൻ കിരണിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും മാർഗം നമുക്ക് കണ്ടെത്താം. അഷി, ഹലോ അമ്മേ. ഞാൻ ദുർഗയ്ക്ക് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നിന്റെ പേരും പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് വരില്ല. ആണോ? ഇനി ഇവിടേക്ക് വരില്ലെന്ന് അവള് വാക്ക് തന്നോ? തന്നു. അവളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിച്ചു. എനിക്ക് തന്ന സത്യം തെറ്റിക്കാനുള്ള ധൈര്യം ദുർഗയ്ക്കുണ്ടാവില്ല. അത് മതി. എന്നാലും അവളെ വഴക്ക് പറയുന്നത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ആ സാരമില്ല, അവക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ. അത് മതി. അതെ, നീ പൃഥ്വിയായിട്ടുള്ള പിണക്കമൊക്കെ പറഞ്ഞു തീർത്തോ? അതൊക്കെ എപ്പോഴേ പറഞ്ഞു തീർത്തു. എനിക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിത്തരാന്ന് പൃഥ്വി പറഞ്ഞിട്ടുണ്ട്. പുതിയ ലാപ്ടോപ്പ് മേടിച്ചു തരുന്നത് നല്ല കാര്യമാ. പക്ഷേ അവിടെയല്ല മിടുക്ക് കാണിക്കേണ്ടത്. പിന്നെ അമ്മ എന്താ പറഞ്ഞു വരുന്നേ? എടി പൊട്ടി, നിന്റെ ഭർത്താവ് നിന്നോട് എടുക്കരുതെന്ന് പറഞ്ഞ സാധനം അത് എന്തായാലും അവനെ കൊണ്ട് തന്നെ എടുത്ത് നിന്റെ കയ്യിൽ തരിക്കണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ മിടുക്ക്. അമ്മ നോക്കിക്കോ, വൈകാതെ തന്നെ അതൊക്കെ ഞാൻ നടത്തിയെടുക്കും. അത് മതി.